നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പുതിയ ബാലൻഡിയോർ ലിസ്റ്റ് പുറത്തുവിട്ടപ്പോൾ അതിൽ ഒരുപാട് സൂപ്പർ താരങ്ങളുണ്ട്. പക്ഷേ അർഹതയുണ്ടായിട്ടും ഇടം ലഭിക്കാത്ത പോയ ചിലരില്ലേ? അങ്ങനെ ഒരു ചർച്ച ഏത് ലിസ്റ്റ് വന്നാലും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ലിസ്റ്റ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇതിൽ മിസ്സായിപ്പോയി, അവർക്ക് കൂടി അർഹതയുണ്ടായിരുന്നു ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ വരാൻ എന്ന് തോന്നുന്നവർ. ഇപ്പോൾ നമുക്കറിയാം, ഇത്തവണത്തെ ബാലൻഡിയോർ ലിസ്റ്റിന് ബാലൻഡിയോർ പുരസ്കാരത്തിനായിട്ട് പരിഗണിച്ചിട്ടുള്ള 30 പേര് അലക്സിസ് മാക്കലിസ്റ്റർ, ലൗട്രോ മാർട്ടിനസ്, ഒസ്മാൻ ഡംബലെ, ജിയാൻലുഗി ഡൊണാരുമ, ജൂഡ് ബെല്ലിംഗാം, ഡെസി എഡു, ഡെൻസൽ ഡംഫ്രീസ്, സെർഹൗ ഗിറാസി, ഏർലിംഗ് ഹാലൻഡ്, വിക്ടർ ഗ്യോക്കെറസ്, അഷ്റഫ് ഹക്കീമി, ഹാരി കെയ്ന്, സ്കോട്ട് മാക്ടോമിനായി, കിലിയൻ എംബാപ്പെ, ന്യൂനോ മെൻഡസ്, ജാവോ നവസ്, പെഡ്രി, കോൾ പാൽമർ, മൈക്കൽ ഒലീസെ, റഫീഞ്ഞ, ഡെക്ലാൻ റൈസ്, ഫാബിയൻ റൂയിസ്, വെർജിൽ വാൻ ഡൈക്ക്, വിനി ജൂനിയർ, മുഹമ്മദ് സല, ഫ്ലോറിൻ വേർഡ്സ്, വിറ്റീഞ്ഞ, ലാമിൻ യമാൽ, റോബർട്ട് ലെവൻഡോസ്കി, ക്യുഷ കാർഡസ്കേലിയ എന്നിവരാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ചാമ്പ്യന്മാരായ PSG നിന്ന് 9 താരങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട്. ആർക്ക് കിട്ടും എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഇതിൽ ഇടം പോലും ലഭിക്കാതെ പോകാൻ മാത്രം മോശം പ്രകടനമാണോ ഇനി പറയുന്ന താരങ്ങൾ നടത്തിയത് എന്നതൊരു ചോദ്യമാണ്. ഒന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പോൾ പറയും, ക്രിസ്ത്യാനോനെ യൂറോപ്പിലൊന്നും കളിക്കുന്നില്ലല്ലോ എന്ന്. ആര് പറഞ്ഞു? യുവേഫ നേഷൻസ് ലീഗിൽ ആരാ കപ്പടിച്ചത്? ക്രിസ്ത്യാനോ മികച്ച പ്രകടനം അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നില്ലേ? സൗദി പ്രോ ലീഗിൽ അദ്ദേഹം ഗോളടിച്ച് കൂട്ടുന്നുണ്ട്. ഈ പ്രായത്തിലും ഗോളടിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിന് ബാലൻഡിയോർ കൊടുക്കണം എന്നല്ല ഈ പറയുന്നത്, മറിച്ച് അദ്ദേഹവും ഈ 30 പേരുടെ ലിസ്റ്റിൽ ഇടം അർഹിച്ചിരുന്നു എന്നതാണ്. ഏതായാലും നേഷൻസ് ലീഗിലും മറ്റുമൊക്കെയായിട്ട് ദേശീയ ടീമിന് വേണ്ടിയിട്ട് അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നത് യൂറോപ്യൻ ടീമുകളോട് തന്നെയാണ് എന്നോർത്താൽ നന്ന്. തീർച്ചയായിട്ടും ഈ 30 അംഗ ലിസ്റ്റിലെങ്കിലും അദ്ദേഹം ഇടം അർഹിച്ചിരുന്നു. ജമാൽ മുസിയാല അതുപോലെ തന്നെ മിസ്സായിട്ടുള്ള മറ്റൊരാളാണ്. തീർച്ചയായിട്ടും അദ്ദേഹം 2024-25 ക്യാമ്പയിനിലും മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ അവസാനം നമുക്കറിയാം, അദ്ദേഹം പരിക്കേറ്റ് പുറത്തൊക്കെയാണ്, അതൊക്കെ സമ്മതിക്കുന്നു. എന്നാൽ പോലും അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഈ ഒരു 30 പേരുടെ ലിസ്റ്റിൽ ഇടം കൊടുക്കാമായിരുന്നു. അതുപോലെ തന്നെ സർപ്രൈസിംഗ് ആയിട്ട് പലരും കാണുന്ന ഒന്നാണ് ബ്രാഡ്ലി ബർക്കോളയുടെ കാര്യം. ബർക്കോള മികച്ച പ്രകടനം തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. യൂറോപ്പിലെ പ്രധാനപ്പെട്ട ലീഗിൽ ഫ്രഞ്ച് ഫോർവേഡ് 14 ഗോളുകളും 10 അസിസ്റ്റുകളും ലാസ്റ്റ് സീസണിൽ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല നേട്ടങ്ങളും ബർക്കോളയുടെ പേരിൽ നമുക്ക് എടുത്ത് പറയാനുണ്ട്. അദ്ദേഹം PSG-ക്കൊപ്പം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന് എന്തുകൊണ്ട് ആ ഒരു ലിസ്റ്റിലിടം കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു ചോദ്യം. പിന്നെ മാർക്കിഞ്ഞോസ് PSG-യുടെ നായകനായാണ്. കിരീടം ചൂടുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. PSG-യുടെ ഡൊമസ്റ്റിക് സക്സസ്സിൽ അദ്ദേഹത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം പുറത്താണ്. അലക്സാണ്ടർ ഐസക് ഇപ്പോൾ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തിൻ്റെ പേരാണല്ലോ അധികവും പറഞ്ഞു കേൾക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ലിവർപൂൾ അദ്ദേഹത്തെ തന്നെ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു കൂടി നോക്കണം. അദ്ദേഹം അത്രയും മികച്ച പ്രകടനമാണ് പോയ സീസണിൽ നടത്തിയിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും അലക്സാണ്ടർ ഐസക്കിന് എന്തുകൊണ്ടാണ് ഈ ഒരു 30 അംഗ ലിസ്റ്റിലിടം കിട്ടാത്തത് എന്നൊരു ചോദ്യമാണ്. പിന്നെ റിയാൻ ഗ്രാവൻബെർച്ചിൻ്റെ പേര് പലരും പറയുന്നു. അതും ഒരു അദ്ദേഹത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. കാരണം അലക്സിസ് മാക്കലിസ്റ്റർ, ശരിയാണ്, ലിവർപൂളിൽ നിന്ന് ഈ ലിസ്റ്റിലുള്ള ഒരാൾ അലക്സിസ് മാക്കലിസ്റ്ററാണ്. അതുപോലെ തന്നെ മോസലയുണ്ട്, വെർജിൽ വാൻ ഡൈക്കുണ്ട്, അവരൊക്കെയുണ്ട്. പക്ഷേ ആ കൂട്ടത്തിലേക്ക് തീർച്ചയായിട്ടും റയാൻ ഗ്രാവൻബെർച്ചിനെ കൂടി ഉൾപ്പെടുത്താമായിരുന്നു. അദ്ദേഹം അത്രയും മികച്ച പ്രകടനം പോയ സീസണിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോ ലിവർപൂൾ മിഡ്ഫീൽഡർ ആ ഒരു ലിസ്റ്റിൽ ഇടം അർഹിച്ചിരുന്നു. ഒമർ മർമോഷ് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം ജർമ്മനിയിൽ മികച്ച പ്രകടനം നടത്തുന്നത് കണ്ടു. ആ ഒരു ഗോളടിയുടെ കാര്യത്തിൽ അദ്ദേഹം പോരാടി നിൽക്കുന്ന കാര്യവും നമ്മൾ കണ്ടു. പിന്നെ ജനുവരിയിൽ അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ചേക്കേറി, ശരിയാണ്. പക്ഷേ ഗോളിൻ്റെ കാര്യത്തിൽ 22 ഗോളുകളും 9 അസിസ്റ്റുകളും ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിലും മാഞ്ചസ്റ്റർ സിറ്റിയിലുമായിട്ടും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. എന്നിട്ടും ഹീസ് നോവെയർ ഇൻ ദി ലിസ്റ്റ് എന്നുള്ളത് അത്ഭുതകരമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മോയിസസ് കൈസേഡയുടെ പേര്, പിന്നെ അർജൻറ്റീനയുടെ താരങ്ങളായിട്ടുള്ള ഹുലിൻ ആൽവേരസ്,
അതുപോലെ തന്നെ എൻസോ ഫെർണാണ്ടസ്, ഇങ്ങനെയുള്ളവരെയൊക്കെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വരും. ഏതായാലും ഈ ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർക്ക് ഇനിയിപ്പോൾ എന്തായാലും ബാലൻ ഡിയോറിന് ഇത്തവണ സാധ്യതയില്ലല്ലോ. ഇത്തവണ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരിൽ ആർക്കാണ് കൂടുതൽ സാധ്യത കാത്തിരുന്ന് കാണാം. ഒസ്മാൻ ഡംബലേക്ക് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ബാലൻ ഡിയോറല്ലേ, എന്തും സംഭവിക്കാൻ കഴിഞ്ഞ തവണ നമ്മളത് കണ്ടതല്ലേ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.